അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായെന്ന് പറയാൻ പറ്റില്ല, താരമായ ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡബറയോളി അണ്ണൻ. അദ്ദേഹമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. അണ്ണൻ വന്നിരിക്കുമ്പോൾ അണ്ണനെ പറ്റി എല്ലാവർക്കും ഡബറോളി അണ്ണൻ മാത്രമേ അറിയാവൂ. അണ്ണന്റെ യഥാർത്ഥ പേര് ആർക്കും അറിയില്ല. എന്റെ പേര് കൃഷ്ണപ്രസാദ്. കുറച്ചു പേർക്ക് മാത്രം അറിയാം അല്ലേ? പിന്നെ ഈ 2-3 വർഷമല്ലേ ആയുള്ളൂ ഈ ഇതിൽ വന്നിട്ട്? 2.5 വർഷം. 2 വർഷമായുള്ളൂ. എങ്ങനെ തോന്നുന്നു ഈ ഡബറോളി അണ്ണൻ എന്നുള്ള എന്താ പറയുക യൂട്യൂബ് ചാനലും അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഈ ഡബറോളി അണ്ണനിലോട്ട് വന്നത്? അല്ല, ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അതുവഴി ഞങ്ങൾ വാട്സപ്പില് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ അയക്കുകയാണ്. അപ്പൊ ഞാൻ അവസാനമായിട്ട് ഈ വാക്സിൻ എടുക്കാൻ കോട്ടയ്ക്കകം ആശുപത്രി നമ്മളെ കോട്ടയ്ക്കകത്ത അവിടെ ചെന്ന് ക്യൂ നിന്ന് അവസാനം ഞാൻ എത്താറായപ്പോൾ 4-5 പേര് ഉള്ള സമയത്ത് സെക്യൂരിറ്റിക്കാരൻ വന്ന് പറഞ്ഞില്ല, മരുന്ന് തീർന്നു മറ്റേയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ ഒരു വീഡിയോ വാട്സപ്പിൽ 1-2 പേർക്ക് ഇട്ട് കൊടുത്തു. അത് ഇവിടുത്തെ വലിയ വലിയ ടോപ്പ് ലെവലിലുള്ള നമ്മളെ ഡോക്ടർ തങ്കച്ചൻ, കാർത്തിക് സൂര്യ, വിക്കി തങ്ക് ഇവരൊക്കെ എടുത്ത് അതങ്ങിട്ട് അതൊരു വെറൈറ്റി വീഡിയോ ആയിരുന്നു. വൈറലായി. അത് 10-30 ലക്ഷം പേരെന്തോ കണ്ടു. അങ്ങനെയാണ്. അതൊന്നും ഞാൻ അറിയണില്ല. പിന്നെയും ഈ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ പോകും സാധനങ്ങൾ അങ്ങനെ വെളിയിലോട്ട് പോയി അങ്ങനെയാണ് ഇതായത്. അങ്ങനെ പേരങ്ങ് ഇതായി. പിന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണത്. അപ്പൊ എൻ്റെ അടുത്ത് കാർത്തിക് സൂര്യ വേറെ 1-2 വ്യക്തികളൊക്കെ പറഞ്ഞു അങ്ങനെ തുടങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പേര് വെച്ച് തന്നെ തുടങ്ങി. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? അതൊരു ചീത്ത വാക്കൊന്നുമില്ല. എനിക്കിപ്പം സിൽവർ ബട്ടൺ യൂട്യൂബ് തന്നത് തന്നെ ഡബറയോളി അണ്ണൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹിറ്റായി. അങ്ങനെ കുറെ വീഡിയോകളൊക്കെ ഇട്ടു. പിന്നെ ഇൻസ്റ്റയില് പിന്നെ ഈ ഫോളോവേഴ്സ് വന്നു. ഇതിലിപ്പോ തന്നെ 2.5 ലക്ഷത്തിന് പുറത്തുണ്ട് സബ്സ്ക്രൈബേഴ്സ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇറങ്ങില്ല. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. കാരണം അത് മാത്രമല്ല, അണ്ണൻ വേറെ ജോലിയുണ്ട്. അണ്ണന്റെ ജോലിയെ പറ്റി പറയാം. അണ്ണന്റെ ഇപ്പോൾ ഉള്ള ജോലി കൂടെ അത് പറയാമോ? ഇപ്പോൾ ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കൂടുതൽ വിശദമായിട്ട് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടാ. അങ്ങനെ സംഭവം വിളിക്കാൻ തേച്ചത് പാണ്ടാവും. പിന്നെ നമ്മള് പറയാനുള്ളത് പച്ചയ്ക്ക് പറയുന്നു. പിന്നെ കൂടെ കേസുകൾ വരും. അല്ല, അത് നമുക്ക് വഴി വരാം. എന്നിട്ട് ജോലി തിരക്ക് രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴാണ്, പിന്നെ രാത്രി വന്ന് 2 അടിച്ചിട്ടാണ് ഈ അട്ടഹാസം ബഹളവും ഒക്കെ കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ കേരളത്തിലുള്ളവർക്ക് നമ്മൾ കരഞ്ഞാലും മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ള ഒരു ബേസ് ലൈനിൽ കൂടെ പോണമുണ്ട്. എല്ലാവരും നമ്മളെ ചീത്ത വിളി കേൾക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. അവർക്കൊരു സന്തോഷമുണ്ട്. അവർ തരുന്ന ഒരു എവിടെ പോയാലും 50 പേര് 10 പേർക്ക് നമ്മൾ തിരിച്ചറിയാം. ഓക്കെ. അണ്ണ ഈ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്? അങ്ങനെ പറയാക്കൂല. സ്വന്തം വെച്ച് എല്ലാം നല്ലത് തന്നെയല്ലേ? ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും ഉദ്ദേശം എത്ര വീഡിയോ ചെയ്താണ്? അതൊക്കെ ഇനിയിപ്പോ എന്റെ അതൊക്കെ എടുത്ത് നോക്കണം. യൂട്യൂബിലും ഇൻസ്റ്റയിലാണ് ഞാൻ കൂടുതൽ വീഡിയോ. കാര്യം എനിക്ക് യൂട്യൂബിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഒരാൾ വേണം, എഡിറ്റ് ചെയ്യണം, നമ്മൾ അതൊക്കെ വയ്ക്കണം, അങ്ങനെയൊക്കെ ഉള്ള. അപ്പൊ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് തന്നെ വീഡിയോ എടുത്ത് അത് എന്റെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വേറെ ആളുടെ കൊടുക്കും. അവരെ അത് അപ്ലോഡ് ചെയ്യും. സത്യം പറഞ്ഞാ എന്റെ പാസ്വേഡ് പോലും എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറിയ വീഡിയോ ഏതാണ്? അതറിയാമോ? അത് കുട്ടമ്പിള്ള എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതൊക്കെ അതൊന്നും എന്റെ ചാനലിൽ വന്നതല്ല. വേറെ ഉള്ളവരിട്ട് അണ്ണൻ ചെയ്തു കൊടുത്ത വീഡിയോ വേറെ ഏതൊക്കെ ചാനലിലൊക്കെ വന്ന് അതൊക്കെ ഭയങ്കര ക്ലിക്കായതാണ്. അണ്ണ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആൾക്കാരൊക്കെ സെൽഫി എടുക്കുകയും പ്രതികരണം? പിള്ളേരാണ് കൂടുതൽ. ഒരുപാട് കോളേജിൽ നിന്ന് എനിക്ക് ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്, സ്കൂളിൽ വന്നിട്ട്. അപ്പൊ ഞാൻ എല്ലാം വീഡിയോ ഒന്ന് ആശംസ പറഞ്ഞ കിട്ടുള്ളൂ, പോവാറില്ല. പിന്നെ നമ്മളെ ലോ കോളേജ്, അപ്പം ആ പിള്ളേർ വന്നേ പറ്റുള്ളൂ അണ്ണാന്നൊക്കെ പറഞ്ഞു വന്നു. ഇപ്പൊ എല്ലാം ഒരു 2 വർഷത്തിന് മുമ്പ്. അപ്പൊ ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ ആശംസകൾ. അത് മറ്റേ ഇതിന്റെ ഹോളി
തള്ളേ ഹോളി എന്ന് പറഞ്ഞൊരു വീഡിയോ അങ്ങോട്ട് കൊടുത്തു. അത് ഭയങ്കര ക്ലിക്കായി. അത് അവർക്ക് വാട്സപ്പിലൊക്കെ പോകാൻ വേണ്ടി അവര് അത് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയാലും മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കോളേജിലോ പോകില്ല, സ്കൂളിലോ ഒരിടത്തും പോകില്ല. കാര്യം ഫോട്ടോ എടുക്കാൻ വേണ്ടി 10 പേര് പെട്ട് 100 പേര് പെട്ട് 200 പെട്ട് ഇത് മൊത്തം ഇളവിഞ്ഞ് വന്ന് എന്നെ തൂക്കി ഏറിലാണ് നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ശബരിമലയിൽ പോയപ്പോ തന്നെ 18 പടി എനിക്ക് നേരെ ചവിട്ടാൻ പറ്റിയില്ല. പോലീസുകാരന്മാർ എടുത്തോണ്ടങ്ങ് പോയി. അണ്ണനെ കണ്ടെന്നാണ്. അന്ന് അത്രയും ഫാൻസ് ആണ് കേരളത്തില്. എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് സ്നേഹം കൊടുക്കുന്നു, നമുക്ക് തിരിച്ച് സ്നേഹം തരുന്നു, അത്രേ ഉള്ളൂ അല്ലേ? ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് സെൽഫി എടുപ്പുണ്ട്. ഉണ്ട്. പിന്നെ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ ഇപ്പൊ പെണ്ണുങ്ങളും ഒരുപാടുണ്ട്. ഒരുപാട് മെസ്സേജുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഇതുണ്ട്. പല്ല് കുറഞ്ഞാ കുഴപ്പം, പല്ല് കൂടിയാ കുഴപ്പം. അപ്പൊ ഒരു ലെവലിൽ കൊണ്ടുപോകണം, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. പിന്നെ ഞാൻ ഇതൊന്നും കണ്ടല്ല വീഡിയോ ചെയ്യണത്. പിന്നെ ഒരു കേസ് എനിക്കുണ്ട്. ഇപ്പൊ എത്ര കേസ് ഉണ്ടെന്ന്? എനിക്ക് ഒരു കേസേ ഉള്ളു. നമ്മളെ അമ്മയുടെ ജനറൽ സെക്രട്ടറി, അത് എന്റെ ഭാഗത്തുള്ള 100% തെറ്റാണ്. അദ്ദേഹത്തെ ഞാൻ കുറച്ച് തെറി പറഞ്ഞ് കേസായി. അത് കേസ് ഇപ്പൊ നടക്കുന്നുണ്ട്. അത് ഞാൻ തന്നെയാണ് അതിന് കാരണക്കാരൻ. അവര് സൈബർ സെല്ലിൽ വിളിച്ച് പറഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു. 7 മണിക്ക് വീണ്ടും 4 അടിച്ചിട്ട് കട്ടത്തള്ളക്ക് വിളി ചെയ്തു. അതൊക്കെ നമ്മൾ തെറ്റ് ചെയ്ത് നമ്മളെ തെറ്റെന്ന് തന്നെ പറയും. കാര്യം നമുക്ക് മോളിൽ നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി, സൈഡിൽ നോക്കിയ കുളിസീൻ എന്ന് പറഞ്ഞാലും ഞാൻ നടക്കണം. അപ്പൊ പിന്നെ നമ്മൾ ആരെയും ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. എല്ലാരും പറയും എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. തീർച്ചയായിട്ടും ഈ തുറന്ന പുസ്തകമാണെന്ന് പറയണമാരാണ് ലോക പ്രാർത്ഥ. അങ്ങനെ പറയാനുള്ളത് നമ്മള് കട്ടയ്ക്ക് പറയും. കാണുന്നവര് കണ്ടാൽ മതി. ആണല്ലേ? ഈ ആരെങ്കിലും സുഹൃത്തുക്കളെ ഈ അണന്റെ ഈ തെറിയൊക്കെ കണ്ടിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക്? 10 കൂടെ പറയാനേ പറഞ്ഞിട്ടുണ്ട്. തന്നെ ഇപ്പൊ സൈബർ സെല്ലിലായാലും എവിടെ ആയാലും എന്തായാലും നമ്മൾ ആ സ്പോട്ടിൽ എവിടെ എത്തിയത് എന്ത് സാറേ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യണേ, ശരി, ഓക്കെ, സ്റ്റേറ്റ്മെന്റ്, ഓക്കെ. അവര് ഹാപ്പി, നമ്മൾ ഹാപ്പി. ഈ വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ പൊതുപരിപാടിക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അടുത്ത് കൂടി പിന്നെ ഇഷ്ടം പോലെ വരും. അയ്യോ നിങ്ങളത് മറ്റേ വീഡിയോ പറഞ്ഞ ചീത്ത മോശമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്ത് മോശമാണ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നും. അവരെ ആസ്വദിക്കുകയാണല്ലേ? അവരെ എന്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് പറയാണ്, അണ്ണാ എന്റെ ഭർത്താവ് നിങ്ങളെ വീഡിയോ കാണാതെ രാത്രി ഉറങ്ങില്ല. ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് അവിടെ പിള്ളേരെല്ലാം കൂടെ കൂടുതൽ വെടിക്കെട്ട് വെച്ചാണ് എന്നെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നത്. ആൾക്കാരെല്ലാം വീടുണ്ട്, ഇതായടാ. അപ്പൊ അങ്ങനെ ഒരു ഫാൻസ് ഞാൻ അറിയാതെ ഉണ്ടായി. ഭർത്താവിന്റെ അത് അപ്പം എന്റെ കൂടെ ഞങ്ങളുടെ MD ഡ്രൈവറും ഉണ്ടായി. അപ്പൊ അവനെ അറിയാം. അപ്പോൾ അയ്യോ ചേച്ചി, ഇവിടെ അണ്ണന് ഡെയിലി ഇങ്ങനെ വീഡിയോ 8 വർഷാലേ അങ്ങേര് കിടക്കും. 3 അടിച്ചോണ്ട് വന്നാൽ ഇങ്ങനെ വീഡിയോ അതാ ഉറച്ചങ്ങ് വയ്ക്കണം. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. പിന്നെ തീർച്ചയായും നമ്മളെ കൊണ്ട് നമുക്ക് ആരുമില്ല, നമ്മളൊരു ഇതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും 50 പേര് നിൽക്കുമ്പം 5 പേര് നമ്മളെ തിരിച്ചറിയാന്ന് പറയുന്നത് വലിയ ഭാഗ്യം, മഹാഭാഗ്യമാണ്. അതൊരു ദൈവാധീനമാണ്. അത് മാത്രമല്ല, അപ്പൊ അവർക്ക് എത്രത്തോളം നമുക്ക് സന്തോഷം കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും മറ്റൊരാൾ. അതാണ് ഞാൻ ഇട്ടേക്കണ ഒരു കണ്ടില്ലേ, നമ്മൾ കരഞ്ഞാലും ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുക. അല്ല, പിന്നെ വേറെ കാര്യമുണ്ട്, നല്ലത് ചെയ്യുന്നത് എങ്ങനെയാണ്? നല്ലത് ചെയ്ത ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. പിന്നെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറെ ട്രോളൊക്കെ ഇഷ്ടംപോലെ. ഒരു 42 സ്റ്റിക്കറാണ് എന്റെ ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് പോലും അറിഞ്ഞൂടാ. ഇപ്പൊ എങ്ങനെയാണ് അതൊന്ന് പറയണം. ഇപ്പൊ എങ്ങനെ ഇരിക്കണം, അത് 2 വർഷത്തിന് മുമ്പ് ഞാൻ ഇറക്കിയ വീഡിയോ ആണ്. കുട്ടമ്പിള്ള ജാതക മറ്റേ ഇത് സൂര്യചന്ദ്ര അങ്ങനെയൊക്കെ പറഞ്ഞ് ആ വീഡിയോ എനിക്കൊന്ന് പറയാം. കുറെ 2 വർഷമായി. അതുകൊണ്ട് ആ ഡയലോഗൊക്കെ തന്നെ ഇപ്പൊ ക്ലിക്കായി. ഈ ട്രോളർമാരാണ് സത്യം പറയാൻ നമ്മളെ വളർത്തണം. തീർച്ചയായിട്ടും അവരെടുത്തിട്ട് പോകും. ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വിളിച്ചു, അണ്ണാ യൂട്യൂബിൽ നിങ്ങളെ തപ്പുമ്പം 16 ഡബറ ഓളികൾ കിടക്കണം. ഫേസ്ബുക്കിൽ അതുപോലെ ഉണ്ട്, ഇൻസ്റ്റയിലും ഉണ്ട്. ഇതിൽ ഏതാണ് നിങ്ങളത്? വ്യാജന്മാർ ഒരുപാട്. അവർക്കും റീച്ച് കിട്ടാൻ വേണ്ടി നമ്മളടുത്ത് പോകാതെ വീഡിയോകൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ 10 ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞ്, 3 സിനിമ കഴിഞ്ഞു. ഇനി 2 സിനിമയുണ്ട്, അതോടെ ഞാൻ വച്ച് നിർത്തും. അഭിനയം നിർത്താന്നല്ല, എന്നെ കൊണ്ട് വയ്യ, വയസ്സ് 60. നമ്മളെ ജോലിയും കാര്യം നമ്മളെ ആ ഒരു ഇതിൽ വരണം, മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ
അതിലുണ്ട്, പിന്നെ സംഭവ ബഹുലം എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. പിന്നെ സിനിമയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഞാൻ സിനിമ അഭിനയിക്കാൻ പോകുമ്പോൾ അതിൽ JK എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ ആ സിനിമയിൽ ആദ്യമായിട്ട്, കാരണം ഒരു സിനിമ ഉണ്ട്, അതിന്റെ ഡയറക്ടറിന്റെ ഒരു നമ്പർ ചോദിച്ചു, ഞാൻ കൊടുക്കട്ടാന്ന് ചോദിച്ചത് മാഹിൻ മച്ചാനാണ്. നമ്മുടെ മാഹിൻ മച്ചാൻ യൂട്യൂബർ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു കൂടെ മാഹിനെന്ന് പറഞ്ഞു. ഞാൻ അവനായിട്ട് നല്ല ഇരിപ്പോശമാണ്. അപ്പോ കൊടുത്തു, എന്നെ വിളിച്ചു, പോയി. അപ്പൊ എനിക്ക് പറഞ്ഞു വെച്ചിരുന്ന റോൾ ഒന്നായിരുന്നു. പിന്നെ അപ്പൊ ഡയറക്ടർ പറഞ്ഞു നമുക്ക് സെറ്റിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞു, പോയി. പിന്നെ ഒരു 2-3-4 മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. ഞാൻ പോയി. നമ്മളൊരു സീന് ഉണ്ട്, അഭിനയിച്ചു കൊടുത്തു. ഡയലോഗൊക്കെ പറഞ്ഞു. അത് നമുക്ക് ആദ്യത്തെ ഇതാണ്. നമുക്ക് നമുക്ക് നമ്മൾ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ വരും, മോളിൽ കൂടെ വരും, ബാക്കിൽ കൂടെ വരും. അപ്പൊ അതിനൊക്കെ ഒത്ത് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അത് അങ്ങനെയുള്ള ആൾക്കാരെ അടുത്ത് പോയാലേ അതൊക്കെ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. അപ്പം അഭിനയിച്ചപ്പോ അവർക്ക് ഓക്കെ ഫസ്റ്റ് ഇതൊക്കെ ഒരു 5-6 ടാക്ക് എടുക്കേണ്ടി വന്നു. കാര്യം നമുക്ക് അറിഞ്ഞൂടല്ലോ. കുഴപ്പമില്ല, ഇങ്ങനെ നിൽക്കണം, അവിടെ കാല് കീഴിൽ പറഞ്ഞ ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ചുമ്മാ കസേര ഇരുന്നുകൊണ്ടല്ലേ തള്ളക്കി വിളിക്കുന്നത്, അതല്ലേ നമുക്കറിയാവോ, വേറൊരു മേര് പറഞ്ഞതല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഷോർട്ട് ഫിലിമിലും നല്ല ഏതെങ്കിലും സിനിമയിലോ ഈ ഷോർട്ട് ഫിലിമിലൊക്കെ നമ്മള് ഡയലോഗ് പറയാം ചീത്ത വിളിക്കുന്ന സീന? അത് സിനിമയിൽ അത് പറ്റൂല, ഷോർട്ട് ഫിലിമിലും അത് പറ്റൂല. കാര്യം എല്ലാം ഫാമിലി കാണുന്ന സംഭവമാണ്. അപ്പൊ ഈ ഡയലോഗ് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വായിൽ അങ്ങനെ വരാറുണ്ട്? ഞാൻ എഴുതി വെച്ച് വായിക്കണമല്ല. അതെ, ഞാൻ സ്ക്രിപ്റ്റ് കണ്ട് ചെയ്യണ ഒരാളല്ല. ഞാൻ എൻ്റെ ഐഡിയയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നു, അത് സോഷ്യൽ മീഡിയ വഴി പോകുന്നു. ഈ കണ്ടന്റ് എണ്ണം തന്നെ കണ്ടെത്തണം യൂട്യൂബിലുള്ള ആളാണ്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മൾ ന്യൂസ് ഇട്ടാ മതിയല്ലോ, വരും, അതിനകത്ത് വരും. ഞാൻ അതെല്ലാം ഞാൻ കുറച്ചും ഒരു വീഡിയോ ചെയ്തത് 5 മിനിറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ ഇനി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നമ്മുടെ ഇതിലൊക്കെ പോയിട്ടില്ലായിരുന്ന ഒരു ചിരി ബമ്പർ ചിരിയിലൊക്കെ പോയി അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് നല്ല ഇതാണ്. അത് നമുക്ക് കുറെ കാര്യങ്ങൾ, കാരണം ഞാൻ 10-12 ക്യാമറയുടെ മുമ്പ് എന്നാണ് നമ്മളെ ഒരു സംഭവം ചെയ്യണത്. അപ്പോൾ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വലിയൊരു സംഭവം തന്നെയാണ്. ഫസ്റ്റ് പോകുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ്, 2ാമത് റിഹേഴ്സൽ, 3ാമത്തെ ദിവസമായിരിക്കും ഷൂട്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അതല്ല, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതും, അതിൻ്റെ ഗ്രൂമിങ് ആൾക്കാരെ നോക്കും, ഇത് നോക്കും. അതൊക്കെ വലിയൊരു സംഭവമാണ്. മഴവിൽ മനോരമയിൽ പോകാൻ കിട്ടിയതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. അതെൻ്റെ ഒരു വലിയ അടുത്ത സുഹൃത്ത് കല്ലറ ഉള്ള ഒരു ഉണ്ട്. അയ്യോ, ഓർമ്മ കുറവെല്ലാം വന്നോ എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പം അണ്ണന്റെ ഓരോ വാക്കിലും തമാശകളല്ല. നമുക്ക് അല്ല, വയസ്സായി വരുന്തോറും ഓർമ്മ കുറവുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. അപ്പോ എൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്, അവൻ മിനിയാന്ന് തന്നെ വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്വദേശം സ്ഥലം തിരുവനന്തപുരം തന്നെ? ഞാൻ തിരുവനന്തപുരം തന്നെ, കരമന തന്നെയാണ് എൻ്റെ സ്വദേശം. കരമനയാണ് ജനിച്ചു വളർന്നതും, കരമന തന്നെയാണ്. ഇപ്പോൾ എൻ്റെ സഹോദരി മാത്രമേ അവിടെ ഉള്ളൂ. സഹോദരി മക്കളും എല്ലാം അവിടെ ഉണ്ട്. എൻ്റെ ഷെയറൊക്കെ വിറ്റ് ഞാൻ എൻ്റെ ഭാര്യയുടെ അവിടെ പോയി ഒക്കെ വന്ന് അതൊക്കെ ഞാനും ഭാര്യയൊക്കെ ഡൈവേഴ്സായി. 2011 ഡൈവേഴ്സായി. മക്കളുണ്ട്, മോള് തൃശ്ശൂർ, മോണി ടെക്നോ പാർക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഹാപ്പി തന്നെ. അവരൊക്കെ ഈ മക്കളൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് കണ്ടിട്ട് വിളിച്ച് ഇങ്ങനെ പറയാറുണ്ട്? ഞാൻ വീട്ടിലും അങ്ങനെയാണല്ലോ, ഇതിന് വലിയ പ്രസക്തി ഇല്ല. ഞാൻ എന്ത് സംസാരിച്ചത് അതിൻ്റെ ഇടയിൽ ഒരു മാ അല്ലെങ്കിൽ ഒരു ത അല്ലെങ്കിൽ ഒരു കൂ വരും, അല്ലെങ്കിൽ ഒരു പാ വരും. അതെങ്ങനെയാണ് വീട്ടിലൊന്ന് സംസാരിക്കണതെന്ന് പറയാമോ? വീട്ടിലൊക്കെ ഇപ്പം എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ വേറെ മൈല അതിനടുത്തടാ, അവൻ 2 വയസ്സായിരിക്കും, 3 വയസ്സായിരിക്കും. അപ്പൊ ഇത് കേട്ടോണ്ട് ഇവൻ വെളിയിലുള്ള 1-2 വരെ മൈല എന്ന് വിളിച്ചു. അപ്പൊ അവരത് പരാതി പറഞ്ഞോ?
അല്ല അപ്പൊ അവര് ഇത് ഇപ്പൊ എന്നാ വീട്ടിലൊക്കെ അവിടെ സ്ഥലത്ത് അറിയപ്പെടുന്ന സതി എന്നാണ്. ഇത് സതിയുടെ മോൻ തന്നെ. ഉറപ്പിച്ചു. പിന്നെ ഈ അണ്ണന് ഒരുപാട് ഈ പുരസ്കാരങ്ങളൊക്കെ ഒരുപാട് ഈ അമ്പലങ്ങളില് ഇപ്പൊ നമ്മളെ കുണ്ടുകാട് സാബു ആയിട്ടല്ല, എനിക്ക് സാബുവിന്റെ ചേട്ടൻ ഷാജി ആയിട്ടാണ് കമ്പനി. നല്ലൊരു വ്യക്തിയാണ്, മരിച്ചു അറിയാലോ. മരിച്ചു. അപ്പൊ സാബു ഞാനും കൂടെ 2-3 സിനിമയിലും ഉണ്ട്, ഇനി വരാൻ പോണ 2 സിനിമയിലും ഉണ്ട്. അപ്പോ അങ്ങനെ എന്നെ ഒരു ദിവസം സാബു വിളിച്ച്, അണ്ണാ ചുമ്മാ ഇങ്ങനെ വാ. അപ്പൊ സാബുവിന് ഞാൻ വിളിച്ചിട്ട് ഹോട്ടലിൽ എടുത്ത് ഒരു പൊന്നാടൊക്കെ ഇട്ട് കൊടുത്തു. വലിയ ഹാപ്പിയായി. വേറെയും കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അല്ല അപ്പൊ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരെ വിളിച്ച് ഒരു പൊന്നാടയിട്ട് ഒരുപാട് അമ്പലങ്ങളിൽ വിളിക്കുന്നുണ്ട്, കോളേജുകളിൽ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പോകില്ല. ഈ പ്രീമിയർ പത്മിനി അവരുടെ പുതിയ പടത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പ്രീമിയർ പത്മിനി അവര് വെബ് സീരീസിൽ അഭിനയിച്ചില്ലാണ്. പിന്നെ അസീസ്, നോബി, അതെങ്ങനെയാണ്? രതീഷ് അതാണ് ഞാൻ പറഞ്ഞ കല്ലറ രതീഷ്. അവനാണ് എന്നെ മഴവിൽ മനോരമയില് എന്നെ എന്നെ വിളിക്കുന്നത് നമ്മളെ കല്ലറ രതീഷാണ്. ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്. അപ്പോ പ്രീമിയർ പത്മിനി ഇപ്പൊ സിനിമ എടുക്കണുണ്ട് അവര്. അപ്പൊ അതിലെനിക്കൊരു റോളുണ്ട്. അനൂപ് ബാഹുലേനാണ് ബ്രില്യന്റ് ടീമാണ് അവർ. പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞാൽ അവരെ ജയിക്കാൻ കേരളത്തിൽ ഒരു ടീമും ഇല്ല, അത്രയും ബെസ്റ്റ് ടീമാണ് അവര്. നോബി, അസീസ് ഇവരുണ്ട്, മറ്റേ കുറെ ടീം അതിനകത്തുണ്ട്. എല്ലാവരും പക്ക ഇതാണ്. അപ്പൊ ആ വെബ് സീരീസിൽ നിർത്തിയിട്ട് അവര് സിനിമയിലോട്ട് ഇപ്പം അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വെബ് സീരീസിലാണ് അഭിനയിച്ചിട്ടുണ്ടല്ലേ? അതിലെന്നെ അനൂപ് വിളിച്ചപ്പോ ഞാൻ പോയി ഒരു സംഭവം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അജിത് സാഗർ ഒരുപാട് ടീമുകളുണ്ട്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. കാര്യം അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും റേഞ്ചുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് തന്നെ നമ്മുടെ അടുത്ത് ഇപ്പം അനൂപിനെ പറഞ്ഞ അണ്ണാന്റെ അണ്ണൻ പറയലങ്ങ് പറഞ്ഞു. അപ്പൊ നിന്റെ നാളെന്തരട അത് അവിട്ടം തൊട്ടത്തിലും പിടിക്കൂടാ, അതൊന്നും ഇതല്ല അപ്പോഴും തോന്നുന്ന ഒരു ഇതാണ്. അപ്പൊ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നു. പിടിച്ചു കെട്ടി വെക്കില്ല നമ്മളെ. ഇല്ല അങ്ങനെ ഒരു ബെൽറ്റാണ് അത്. എന്തുകൊണ്ടാണ് പുതിയ പ്രോജക്റ്റിലൊന്നും പോണില്ല? ഇനി പുതിയത് വരുന്നില്ല, പോകുന്നില്ല. ഇനിയിപ്പോ 2 കൂടെ ഉള്ളൂ റിലീസ് ആവാനുള്ളത്. റിലീസല്ല, 3 സിനിമ ഞാൻ ചെയ്തു. ഇപ്പൊ ഇത് 3 റിലീസ് ആയതാണോ? ഇല്ല 2 ഒന്ന് 31-ാം തീയതി റിലീസാവും. സംഭവ ബകുലം അങ്ങനെ എന്തോ ഒരു നല്ല ഡയറക്ടറാണ് നസീർ. പിന്നെ ഒന്ന് നമ്മളെ ഗർ, അത് 14-ാം തീയതി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ തത്തമ്മ കൊലക്കേസ് വിവേകിന്റെ നല്ല സ്ക്രിപ്റ്റും നമ്മളെ രഘുവണ്ണ ഉണ്ട്, അലൻസിയർ എണ്ണ ഉണ്ട്, അവരെല്ലാം ഉണ്ട്. അതിലും എനിക്ക് തരക്കടിയില്ലാത്തൊരു വേഷമുണ്ട്, ഒരു ASI പള്ള വിക്രമൻ എന്ന് പറഞ്ഞ ഒരു സംഭവം. അത് നമ്മുടെ സ്വഭാവം അനുസരിച്ചല്ലേ തന്നത്. അതിലൊരു ഡയലോഗ് പറയാമോ? അതില് അങ്ങനെ ചീത്ത ഡയലോഗ് ഇല്ല. സിനിമയ്ക്കകത്ത് ചീത്ത ഡയലോഗ് ഇല്ല. പിന്നെ പുതിയതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള കാര്യം ജോലി തിരക്ക്. നമ്മള് വയസ്സാറോതായില്ലേ, അത് വലിയ വയസ്സല്ല തന്നെ. എന്നാലും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അതിന്റെ കാര്യമില്ല. നമ്മളെ വിശ്വസിച്ച് ഒരാള് നമ്മളെ കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അതാണ് നമ്മുടെ പ്രധാന കാര്യം. ഇതൊക്കെ ഇന്ന് വരും നാളെ പോകും. തീർച്ചയായിട്ടും ഈ സെലിബ്രിറ്റി എന്നൊക്കെ പറയണത് രാമകാലം വരെ ഒന്നും നിൽക്കാനൊന്നും പറ്റൂല. അതൊക്കെ നമ്മളെ ബഹുമാനപ്പെട്ട മോഹൻലാലും നമ്മളെ ബഹുമാനപ്പെട്ട മമ്മൂട്ടി അതൊക്കെ കൊണ്ടു കിടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ തൊഴിൽ എപ്പോഴും വേണം. നമ്മളെ ജോലിയാണ് ഏറ്റവും വലിയ പ്രധാനമാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത് ഈ ചീത്തവിളിയൊക്കെ ഒന്ന് കുറച്ച് ഈ ഒരു പ്രോഗ്രാം നിർത്തിക്കൂടെ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്? അങ്ങനെ ആരെങ്കിലും? ഒന്നും ഒരാരും ചോദിച്ചിട്ടില്ല. ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും, പെണ്ണുങ്ങളും ആണുങ്ങളും കൊച്ചുപിള്ളേരും എല്ലാവരും ആസ്വദിക്കുന്ന ഒരു സംഭവമാണ്. പണ്ട് ചെയ്ത ആ വീഡിയോകളൊക്കെ ഒന്നുകൂടെ ഒരു ഇതിലൊന്ന് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സമയവും കാര്യങ്ങളും ജോലിയും. പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വീഡിയോയുടെ കുറച്ച് സാധനം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇപ്പോൾ ഉദാഹരണം ഇന്ന് വേണമെങ്കിൽ ഇന്ന് ചെയ്ത വീഡിയോ അതൊന്ന് പറഞ്ഞാലും മതി. ഇന്നിപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ
അതിഥി തൊഴിലാളികളെ കുറിച്ചാണ്. അവന്മാരെ കുറിച്ച് ഭയങ്കര പ്രശ്നമാണ്. പെരുമ്പാവൂരൊക്കെ എന്ന് പറഞ്ഞാൽ അവന്മാർ ആകെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പം അവരെ പറ്റി പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ എടുത്ത് എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തെന്ന് വെച്ച് പറയണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അവരെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ മിക്കവാറും ഇന്ന് വൈകിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ ഇറങ്ങും, നാളെ യൂട്യൂബിലും ഇറങ്ങും. ചീത്തവിളിയൊക്കെ ഉണ്ട്, കടിക്കണ്ട. അതിന്റെ 2 ഡയലോഗ് ഒന്ന് പറയണം അതിലുള്ള. അത് കോഴി മോഷണത്തിന്റെ സംബന്ധിച്ചുള്ളതാണ്. അപ്പൊ അതിഥി തൊഴിലാളികൾ എന്നല്ലേ നമ്മളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിൽ ഇവന്മാരെ പറഞ്ഞ അതിഥി തായോളികളെന്നാണ്. എന്റെ ക്യാഷ് വരുമോ ഇല്ലെന്ന് അറിഞ്ഞില്ല കേട്ടോ, വീഡിയോ ഇറങ്ങിയിട്ട് പറയാം. 2 ജാമ്യക്കാരി. അപ്പൊ എന്തായാലും എന്നെ പറഞ്ഞു എന്തോ എണ്ണം പറയാമെന്നാണ്. എല്ലാവിധ ഹെൽപ്പുകളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പയ്യനെ സിനിമയിലെ ചാൻസ് വന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് പേടിക്കണ്ട.